ഇടതുപക്ഷ സ്വതന്ത്രനായി മത്സരിച്ച് എംഎൽഎയായി സംസ്ഥാന നിയമസഭയിലെത്തിയ പി.വി. അൻവറിന്റെ ഇടതുപക്ഷത്തു നിന്നുള്ള മാറിനിൽക്കൽ കേരളത്തെ സംബന്ധിച്ച് വലിയ വാർത്തയാണ്. അൻവർ ഇടതുപക്ഷത്തു നിന്നും മാറിയതുകൊണ്ട് തന്നെ പ്രതിപക്ഷ മുന്നണിയിലുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഈ സംഭവത്തെ വളരെ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഇടതുപക്ഷവുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചു എന്ന് അൻവർ തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ അടുത്തതായി അദ്ദേഹത്തിന്റെ നീക്കം എന്താണ് എന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ചും പ്രതിപക്ഷ മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികൾ ഉറ്റുനോക്കുന്നത്. ഈ പ്രതിപക്ഷ മുന്നണി എന്ന് പറയുമ്പോൾ UDF മാത്രമാണ് അൻവറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ശ്രദ്ധ നൽകുന്നത്. NDAക്ക് പ്രത്യേകിച്ചും BJPക്ക് അൻവറിൻ്റെ കാര്യത്തിൽ താൽപ്പര്യമില്ല എന്നുള്ളതുകൂടി മനസ്സിലാക്കണം. കാരണം ഒന്ന്, അൻവറിൻ്റെ മതപരമായ നിലപാട് തന്നെയാണ്. നേരത്തെ LDFിൽ നിന്ന് UDFിലേക്കും അവിടെ നിന്ന് പുറത്തേക്കും പോയ അബ്ദുള്ളക്കുട്ടിയെ BJP ഏറ്റെടുത്തിരുന്നു. എന്നാൽ അബ്ദുള്ളക്കുട്ടിയുടെ സാഹചര്യമല്ല അൻവറിന്. കാരണം അബ്ദുള്ളക്കുട്ടി LDFും UDFും ഉപേക്ഷിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയെ പുകഴ്ത്തി എന്നുള്ളതായിരുന്നു. എന്നാൽ അൻവർ അങ്ങനെയല്ല. നരേന്ദ്രമോദി ഉൾപ്പെടുന്ന BJPക്കാരെ നിരന്തരം വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ് പുള്ളിക്കാരൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ BJPക്ക് അൻവറിൻ്റെ കാര്യത്തിൽ താൽപ്പര്യമില്ലാത്തതും. എന്നാൽ അൻവർ ഇടതുപക്ഷത്തിന് എതിരാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അൻവറിന് പുറത്തു നിന്നുള്ള നിശബ്ദ പിന്തുണ BJP നൽകി വരുന്നുണ്ട്. അതവർ അങ്ങനെയാണ്. ഇടതുപക്ഷത്തിനെതിരെ ആര് നിൽക്കുന്നുണ്ടോ അവർ BJPയുടെ ബന്ധുവാണ്. അപ്പോൾ പറഞ്ഞു വന്നത് അൻവറിൻ്റെ ഇനിയുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. BJP നയിക്കുന്ന മുന്നണിയിലേക്ക് അൻവർ പോകില്ലെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് UDF കേന്ദ്രങ്ങൾ അൻവർ തിരിച്ചു വന്നാലും പ്രശ്നമില്ല എന്ന പ്രസ്താവനകൾ ഇടയ്ക്കിടെ ഉയർത്തുന്നതും. KPCC പ്രസിഡന്റ് K. സുധാകരൻ ഒരു പടി കൂടി കടന്ന് അൻവറിനെ ഇടതുപക്ഷത്തിന് വേട്ടയാടാൻ വിട്ടുകൊടുക്കില്ല എന്ന പ്രസ്താവനയും ഇറക്കിയിരുന്നു. UDFിൽ നിന്ന് ഇടതുപക്ഷത്തേക്ക് പോയ വ്യക്തിയായിട്ടും ഇപ്പോൾ UDFുകാർ തന്നോട് കാണിക്കുന്ന ആ സ്നേഹത്തിന് മറുപടിയായിട്ടാകണം രാഹുൽ ഗാന്ധിക്കെതിരായ DNA പരാമർശം മയപ്പെടുത്തി അൻവർ രംഗത്തെത്തിയത്. രാഹുൽ ഗാന്ധിയോടും ഗാന്ധി കുടുംബത്തോടും ഇന്നും ബഹുമാനമാണെന്നും അൻവർ പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയം കേരളത്തിലെത്തിയ രാഹുൽ ഗാന്ധി ED എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് നിരന്തരം ചോദിച്ചിരുന്നു. ആ സാഹചര്യത്തിലാണ് അൻവറിൻ്റെ വായിൽ നിന്നും രാഹുൽ ഗാന്ധിയുടെ DNA സംബന്ധിച്ച പ്രസ്താവന വന്നത്. ആ പ്രസ്താവനയ്ക്ക് മറുപടിയുമായിട്ടാണ് ഇപ്പോൾ, അതായത് ഇടതുപക്ഷത്തു നിന്നും പുറത്തു പോയതിന് പിന്നാലെ അൻവർ എത്തിയിരിക്കുന്നത്. ആ പാവത്തിൻ്റെ ചെവിയിൽ, അതായത് രാഹുൽ ഗാന്ധിയുടെ ചെവിയിൽ ഇവിടെയുള്ളവർ പറഞ്ഞു കൊടുത്തതാണ് ഇങ്ങനെ പറയാൻ എന്നാണ് ഇത് സംബന്ധിച്ച് അൻവർ പറഞ്ഞത്. LDFിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം നയിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ അത്തരം പരാമർശം നടത്തിയതുകൊണ്ടാണ് രാഹുലിൻ്റെ DNA പരിശോധിക്കണമെന്ന് താൻ തിരിച്ചടിച്ചതെന്നും അൻവർ വിശദീകരിച്ചു. എന്നാൽ തന്നെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയോടും ഗാന്ധി കുടുംബത്തോടും ഇന്നും ബഹുമാനമാണുള്ളതെന്നും ജവഹർലാൽ നെഹ്റു അന്തിയുറങ്ങിയ വീടാണ് തൻ്റേതെന്നും ഇപ്പോൾ അൻവർ ഓർക്കുന്നുണ്ട്. രാജീവ് ഗാന്ധി 1991 കേരളത്തിൽ വന്നപ്പോൾ തൻ്റെ വാപ്പയുടെ കാറിലായിരുന്നു സഞ്ചരിച്ചതെന്നാണ് അൻവർ പറയുന്നത്. മഞ്ചേരിയിൽ കരുണാകരനും ആന്റണിയും കാറുമായി കാത്തു നിന്നിട്ടും രാജീവ് ഗാന്ധി കയറിയത് വാപ്പയുടെ കാറിലായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. ഈ പ്രസ്താവനയൊക്കെ വന്നതിന് പിന്നാലെ PV അൻവർ UDFിലേക്ക് പോയേക്കും എന്ന ഊഹാപോഹങ്ങൾ പ്രചരിച്ചിരുന്നു. ഇടതുപക്ഷത്തായിരുന്ന സമയത്ത് UDFിനോട് എപ്പോഴും കലഹിച്ചിരുന്ന PV അൻവറെ UDF സ്വീകരിക്കുമോ എന്ന ജനങ്ങളുടെ സംശയം കഴിഞ്ഞ ദിവസത്തെ K. സുധാകരൻ്റെ പ്രസ്താവനയോടെ മാറിക്കിട്ടി. അൻവറിനെ വേട്ടയാടാൻ വിട്ടുകൊടുക്കില്ലെന്നും അൻവർ UDFിലേക്ക് വന്നാൽ സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ നേതൃത്വം ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നുമാണ് സുധാകരൻ പറഞ്ഞത്. അതായത് ഒരു കാര്യം ഉറപ്പിച്ചോളൂ, അൻവർ UDFിലേക്ക് വന്നാൽ ഉറപ്പായും UDF സ്വീകരിക്കുമെന്ന് തന്നെയാണ് ആ പറഞ്ഞതിനർത്ഥം. പക്ഷേ ഇത് KPCC അധ്യക്ഷൻ്റെ മാത്രം അഭിപ്രായമാണ്. UDFിലെ മറ്റു നേതാക്കൾക്കും അതുപോലെ സാധാരണക്കാരായ UDF പ്രവർത്തകർക്കും PV അൻവറിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരുന്നതിനോട് ഒട്ടും താൽപ്പര്യമില്ല. അതുകൊണ്ട് തന്നെ അൻവറെ സ്വീകരിക്കാമെന്ന് നേതൃത്വം തീരുമാനിച്ചാലും സാധാരണക്കാരായ അണികളുടെ വലിയ പ്രതിഷേധം UDF നേരിടേണ്ടി വരും. ഇക്കാര്യം മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും അൻവറിനെ കൃത്യമായി അറിയുകയും ചെയ്യാം. എന്നാൽ അൻവർ കോൺഗ്രസിലേക്കോ UDFിലെ മറ്റു പാർട്ടികളിലേക്കോ ഒരിക്കലും പോകില്ലെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സൂചനകൾ ലഭിച്ചത് കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ നിന്നാണ്. അതായത് ആ പത്രസമ്മേളനത്തിൽ അൻവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. പത്രസമ്മേളനത്തിൽ അൻവർ ഉറപ്പിച്ചു പറയുന്നുണ്ട് LDF വിട്ടുവെന്ന് താൻ മനസ്സുകൊണ്ട് പറഞ്ഞിട്ടില്ലെന്ന്.
പാർലമെൻ്ററി പാർട്ടി മീറ്റിംഗിൽ പങ്കെടുക്കില്ലെന്നാണ് പറഞ്ഞതെന്നും പാർലമെൻ്ററി പാർട്ടിയിൽ ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല എന്നുമാണ് അൻവർ പറയുന്നത്. എന്തായാലും അൻവറിൻ്റെ പത്രസമ്മേളനം എല്ലാവരും കേട്ടതാണ്. അൻവർ അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് തന്നെയാണ് അത് കേട്ടതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ പറഞ്ഞിട്ടില്ല എന്ന് അൻവർ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ഒരുപക്ഷെ ചൂണ്ടിക്കാണിക്കാം. എന്നാൽ അങ്ങനെ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ അൻവർ മുൻകരുതലും എടുത്തിട്ടുണ്ട്. അതായത് നേരത്തെ പറഞ്ഞതിനൊപ്പം ഒരുപക്ഷെ താൻ ഇടതുപക്ഷം വിട്ടു എന്ന് അന്നത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സുകൊണ്ട് പറഞ്ഞതല്ലെന്നാണ് അൻവർ പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അൻവർ ഇടതുപക്ഷത്തു തന്നെ തുടർന്നേക്കും എന്നാണ് അദ്ദേഹം ഈ പറഞ്ഞതിനർത്ഥം. ഇടതുപക്ഷമാണെങ്കിൽ ഏത് പാർട്ടിയായാലും ഒക്ടോബർ 3 ഇത് വെളിപ്പെടും. കാരണം അന്നാണ് അൻവർ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇപ്പോഴുള്ള സൂചനകളും അൻവർ സർക്കിളിൻ്റെ അകത്തു നിന്നുള്ള വാർത്തകളും കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് PV അൻവർ CPIയിലേക്ക് ചേക്കേറും എന്ന വിവരമാണ്. അതിനുള്ള നീക്കങ്ങൾ തന്നെയാണ് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അൻവർ ഇപ്പോൾ എടുത്ത രാഷ്ട്രീയ നിലപാടിനെതിരെ CPIയിലെ പ്രമുഖ നേതാക്കളാരും വലിയ രീതിയിൽ പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അൻവറിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. എന്നാൽ ആ വിമർശനത്തിന് കാഠിന്യം പോരായിരുന്നു എന്ന് CPIയുടെ പ്രവർത്തകർ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മറ്റു CPI നേതാക്കളാരും ഈ വിഷയം സംബന്ധിച്ച് യാതൊന്നും കാര്യമായി പ്രതികരിച്ചിട്ടുമില്ല. ADGPയുടെ നേതൃത്വത്തിലാണ് തൃശൂർ പൂരം കലക്കി BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് ജയം ഒരുക്കിയതെന്ന ആരോപണം നേരത്തെ അൻവറും ഉന്നയിച്ചിരുന്നല്ലോ. അതിനെ ശരിവച്ച് തൃശൂരിലെ CPI സ്ഥാനാർത്ഥി VS സുൽകുമാറും രംഗത്തെത്തിയിരുന്നു. ADGPയെ മാറ്റണം എന്ന നിലപാടിലാണ് CPI. എന്നാൽ അന്വേഷണം നടത്തി സത്യം പുറത്തു വന്നതിന് ശേഷം ADGPക്കെതിരെ നടപടിയെടുത്താൽ മതിയെന്നാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പേരിൽ CPMും CPIയും തമ്മിൽ ശീതസമരവും നടക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ CPM ADGPക്കെതിരെ നടപടിയെടുക്കാത്തതിൻ്റെ പേരിലാണ് അൻവർ ഇപ്പോൾ ആ ബന്ധം ഉപേക്ഷിച്ചതും. ഇക്കാര്യങ്ങളെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോഴും അൻവർ അനുകൂല നേതാക്കളുടെ ഇടയിൽ നിന്നും പുറത്തുവരുന്ന വിവരങ്ങളും വെച്ച് നോക്കുമ്പോൾ PV അൻവർ CPIയിൽ ചേർന്നേക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ PV അൻവറിനെ CPI സ്വീകരിച്ചാൽ CPM CPI മുന്നണി ബന്ധത്തെ അത് ബാധിക്കുമോ എന്ന ചോദ്യം ഇവിടെ ബാക്കിയാണ്. ഇക്കാര്യം CPM ഒരിക്കലും സമ്മതിക്കാൻ തരമില്ല എന്ന് തന്നെയാണ് ഭൂരിപക്ഷം പേരും കരുതുന്നത്. ഇത്രത്തോളം പാർട്ടിയെ അപമാനിച്ച് പരസ്യ പ്രസ്താവന നടത്തുകയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ആരോപണങ്ങൾ നടത്തുകയും ചെയ്ത ഒരു വ്യക്തിയെ മുന്നണിയിലുള്ള മറ്റൊരു പാർട്ടി അവരുടെ പ്രതിനിധിയാക്കിയാൽ അത് മുന്നണി ബന്ധത്തെ സാരമായി ബാധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ CPIയും CPMും തമ്മിലൊരു അടിയന്തര ചർച്ച നടന്നേക്കുമെന്നും അണിയറയിൽ സംസാരമുണ്ട്. PV അൻവറിനെ വായടപ്പിക്കാൻ ഒരുപക്ഷെ ഈ നീക്കത്തിന് കഴിഞ്ഞേക്കും എന്നുള്ളതിനാൽ CPM നേതൃത്വം ഇക്കാര്യത്തിൽ സമ്മതം മൂളും എന്ന് തന്നെയാണ് CPIയിലെ ചില നേതാക്കൾ കരുതുന്നത്. എന്നാൽ ഭൂരിപക്ഷവും കരുതുന്നത് അങ്ങനെയല്ല. പാർട്ടിയെയും മുന്നണിയെയും വഞ്ചിച്ച PV അൻവർ എന്ന സാമാജികനെ ഒരു കാരണവശാലും തിരിച്ച് പാർട്ടിയിലേക്ക് എടുക്കുവാനോ അതുപോലെ മുന്നണിയിലുള്ള മറ്റു പാർട്ടികളിലേക്ക് എടുക്കാൻ സമ്മതിക്കാനോ CPM തയ്യാറാകില്ലെന്നാണ്. CPM എന്ന കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയിൽ കലാപമുണ്ടാക്കി പുറത്തുപോയ PV അൻവറിന് വീണ്ടും രാഷ്ട്രീയ രംഗത്ത് നിലനിൽക്കാൻ CPMനൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയേ തീരൂ. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ PV അൻവറിനെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കില്ലെന്നുള്ള വ്യക്തമായ സൂചനകൾ തരുന്നുണ്ട്. മാത്രമല്ല മുന്നണി മാറ്റത്തിന് മാനസികമായി PV അൻവർ തയ്യാറെടുത്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ CPIയുടെ അണിയറയിൽ നിന്ന് പ്രചരിക്കുന്ന വിവരങ്ങൾ സത്യമാകാൻ തന്നെയാണ് സാധ്യതയെന്നും കരുതപ്പെടുന്നു.